അതുപോലെ ഒരു കാഷായം ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു, ഈ ഇടയ്ക്ക് ജയിലിലായ. പക്ഷെ അതിൻ്റെ ക്യാരക്ടറുമായിട്ട് ഏകദേശം, അതായത് മറ്റുള്ളവരുടെ സന്തോഷം എങ്ങനെ കെടുത്താമെന്നാണ് അവരുടെ നല്ല മെസ്സേജ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഇത്രയും പറഞ്ഞില്ലേ. അതിൽ അങ്ങനെ കഥ പറയാൻ പറ്റില്ല, പക്ഷെ നല്ലൊരു മെസ്സേജ് ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഉള്ള ഒരു എലമെൻ്റ് ആരും പറയാതെ പോയൊരു കാര്യം, നല്ല ഫിലിം, നല്ലതാണ്, നല്ല ഫിലിമായിരുന്നു, നന്നായിരുന്നു. അതിൽ അങ്ങനെ കഥ പറയാൻ പറ്റില്ല, പക്ഷെ നല്ലൊരു മെസ്സേജ് ഉണ്ട്. ആക്ടേഴ്സൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻ സ്റ്റാർട്ട് ചെയ്തത് എല്ലാം പ്രോപ്പറായിട്ട് കൊണ്ട് എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഭയങ്കര ക്ലാരിറ്റി കിട്ടും. സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഉള്ള ഒരു എലമെൻ്റ് ആരും പറയാതെ പോയൊരു കാര്യം, അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുകയാണ്. എൻ്റർടൈൻമെൻറ്റ് പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു നമ്മളെ തൃപ്തിപ്പെടുത്തും. അതേപോലെ ഇമോഷണൽ ആസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നിരുന്ന് ചിന്തിക്കും. ഓവറോൾ ഇറ്റ് വാസ് ഗുഡ്. ആ സ്റ്റോറി ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നതും നല്ലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു അതിൽ. സോഷ്യൽ റെലവൻ്റായിട്ടൊരു വിഷയം, ഉഗ്രൻ മെസ്സേജാണ്. നമ്മളിപ്പോഴും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, പക്ഷേ വളരെ സീരിയസ് ആയിട്ടൊരു സംഭവം കുറിച്ച് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കൈലാഷും മെയിൻ ആളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സമൂഹത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു മെസ്സേജാണ്. അഭിനയം എല്ലാവരും പുതുമുഖങ്ങൾ ആയിട്ടാണ് ഫസ്റ്റ് ഒന്ന് വന്നിട്ടുള്ളവരാണ്. എല്ലാം നല്ലൊരു അവർക്കെല്ലാവർക്കും ഒരു തുടക്കം തന്നെ ആയിരിക്കും ഈ പടം വന്നിട്ട് ഒരു കുഞ്ഞു മൂവി ആണെങ്കിൽ കൂടിയും എന്താ പറയേണ്ടത്, ഒട്ടും ലാഗ് അടിച്ചിട്ടേ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, അതിൽ ചെയ്തിട്ടുള്ള കുഞ്ഞു കഥാപാത്രങ്ങൾ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്നുള്ളതാണ്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഓക്കെ, തുടക്കത്തിൽ വന്നിട്ട് നമുക്ക് മനസ്സിലാവത്തില്ല, കുറേ ഹിൻഡ് ഡയറക്ടർ തരുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും കണക്റ്റ് ആവത്തില്ല. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി. നല്ല രസമുണ്ട്, കുടുംബമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഒരുവിധം അവരെ കൊണ്ട് പറ്റുന്ന രീതി, ഒരു ഡയറക്ടറിന് പറ്റുന്ന രീതിയിൽ ആ ഒരു ആദി എന്ന് പറഞ്ഞ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഒരു പയ്യൻ, ഒരു പൃഥ്വിരാജിൻ്റെ മോശയാണ്. ആ പയ്യൻ വളരെ മനോഹരമായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അവനാണ് ആ പടം നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയത്. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് പറയുന്നത്, ഈ പല വീടുകളിലും ഭർത്താക്കന്മാരിൽ നിന്ന് സ്നേഹം കിട്ടാത്ത സ്ത്രീകൾക്കുണ്ടാവുന്ന മാനസിക പ്രശ്നം, അത് തരുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ, സ്വന്തം വീട്ടിൽ നിന്നും ആവശ്യമുള്ള സ്നേഹം ഹസ്ബൻഡിൽ നിന്ന് കിട്ടാത്തപ്പോൾ ഉണ്ടാവുന്ന ദുരന്തത്തെ പറ്റിയാണ് ഹൈലൈറ്റ് ചെയ്ത് പറയണത് എന്ന് വേണേൽ പറയാം. സാധാരണ കുടുംബങ്ങളിൽ നടക്കുന്നത് ഇതൊന്നും വെളിയിൽ വരുന്നില്ല, മനസ്സിലായ. ഇവർ ഒരു മേക്കപ്പ് ഇട്ട് പുറത്ത് നടക്കുമ്പോൾ വളരെ ഹാപ്പിയാണ്, പക്ഷെ ഇവരുടെ ഉള്ളിൽ കരയുന്നു അതാണ് ആ ചിത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ ഒരു കാഷായം ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു, ഈ ഇടയ്ക്ക് ജയിലിലായ. പക്ഷെ അതിൻ്റെ ക്യാരക്ടറുമായിട്ട് ഏകദേശം അടുപ്പിച്ചൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് കൊല ചെയ്യുന്ന സ്ത്രീ കാണിക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ സന്തോഷം എങ്ങനെ കെടുത്താമെന്നാണ് അവരുടെ ഒരു മാനസികാവസ്ഥ എടുത്തു കാണിക്കുന്നുണ്ട്. അവരൊരു കുഞ്ഞു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാന്ന് വെച്ചാൽ സൂപ്പർ. നല്ല മെസ്സേജ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഇത്രയും പറഞ്ഞില്ലേ. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്, എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്നുമില്ല.